നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിനകത്ത് അതിൻ്റെ സിലബസാണിത്. എന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള കണ്ടൻറ്റ് എന്തൊക്കെയാണ്? കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ. അത് ഇച്ചിരി മെനക്കെട്ട പണിയാണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം, അത് ലാസ്റ്റിലത്തേക്ക് മാറ്റാം. ഇത് പഠിക്കാൻ എളുപ്പമുള്ള കുറേ സംഭവമുണ്ട്. ഇതിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ ഇത് IC എൻജിൻസിനെ പറ്റിയാണ്, നമ്മുടെ വണ്ടിയുടെ എൻജിനുകളെ പറ്റിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട് എല്ലാവർക്കും, എങ്ങനെയാണ് എൻജിൻ വർക്ക് ചെയ്യുന്നത് അല്ലേ, എല്ലാത്തിനൊരു ധാരണയുണ്ട്. അപ്പം ഇത് നമുക്കൊരു ലൈഫ് ലൈനാണ്. തേർഡ് മോഡ്യൂളിനകത്ത് നമുക്ക് 10 മാർക്ക് സ്റ്റീം ടേബിളിൽ കൊണ്ടുപോയി എഴുതി വെക്കാം. ബാക്കി കുറച്ച് പഠിക്കണം. ഫോർത്ത് മോഡ്യൂൾ സിമ്പിളാണ്, എയർ കംപ്രസറിനെ പറ്റിയൊക്കെയാണ്. അടുത്ത നമ്മുടെ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ്, പാസ്സാകാൻ വേണ്ടി. നോക്കി അതിൽ വർക്കിംഗ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ എൻജിൻ. ഇത് എല്ലാവരും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പം അല്ലേ. പിന്നെ കമ്പാരിസൺ ഓഫ് ഡീസൽ ആൻഡ് പെട്രോൾ നമ്മൾ അസൈൻമെൻറ്റ് എഴുതിയായിരുന്നു, സീരീസ് 1 എഴുതിയായിരുന്നു. കമ്പാരിസൺ ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ. പിന്നെ കമ്പയർ SI ആൻഡ് CI. SI എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നീഷനും CI എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷനും. സ്പാർക്ക് ഇഗ്നീഷൻ പെട്രോൾ എഞ്ചിൻ സ്പാർക്കിൽ വർക്ക് ചെയ്യുന്നു, കംപ്രഷൻ ഇഗ്നീഷൻ എന്നിട്ട് ഡീസൽ എഞ്ചിൻ. അപ്പം ഏകദേശം ഒരു ബ്ലോക്ക് തന്നെ. ഇതിനകത്ത് എഞ്ചിനീയറിംഗ് ആയിരിക്കും കൂടുതൽ പറയുക. കമ്പയർ SI ആൻഡ് CI എഞ്ചിൻ. എക്സ്പ്ലെയിൻ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഫോർ ഡീസൽ ആൻഡ് പെട്രോൾ. ഈ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഒക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ച ഈ കംപ്ലയിൻറ്റ് ചെയ്ത ആൾക്കാരെ പറഞ്ഞത് ക്ലാസ് ടൈമിൽ നമ്മുടെ ലാബിലെ കാര്യം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ 2-3 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമുക്ക് ഇതിനകത്ത് വേണ്ട സംഭവങ്ങളാണ്. ഇതിനകത്തിലും ആലോചിച്ച് വാൽവ് ടൈമിംഗ് ഡയഗ്രാം പറഞ്ഞായിരുന്നു. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞായിരുന്നു. പിന്നെ പറയാനിരുന്നതാണ് ഇത് പാരലൽ ഫ്ലോ, കൗണ്ടർ ഫ്ലോ, ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ കാൽക്കുലേഷൻ. പക്ഷേ അത് ക്ലാസ് എടുക്കാൻ ഒത്തില്ല, അത് പോട്ടെ, ഇത് പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ലാസ് 2-1 തന്നെയാണ്. അപ്പോൾ പറയുകയും ചെയ്തു ഇത് തിയറിക്കും പ്രാക്ടിക്കലിനും ഒരുപോലെ വേണ്ടതാണെന്ന് പറഞ്ഞു. ഓക്കെ, അത് വിട്, അത് കഴിഞ്ഞാൽ. അപ്പം വാൽവ് ടൈമിംഗ് ഡയഗ്രാം അത് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, കാരണം വാൽവ് ടൈമിംഗ് ഡയഗ്രാം എവിടെ നിന്ന് പഠിച്ചോണം, അതിനകത്ത് വീഡിയോ കിടപ്പുണ്ട്. തെർമൽ ലാബിൻ്റെ അതിനകത്ത് വീഡിയോ കിടപ്പുണ്ട്, അത് നോക്കി വാൽവ് ടൈമിംഗ് വരയ്ക്കാൻ പഠിച്ചോണം, വൃത്തിയായിട്ട് വരച്ച് വെക്കണം. ഞാൻ പ്രത്യേകം ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വാല്യൂസ് ഒന്നും എഴുതണ്ട, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വരച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഓരോ സൈക്കിളും എന്താണെന്ന് കാണിക്കണം. സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്, 4 അപ്പോൾ ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു. അത് ഈ പെട്രോൾ ഡീസലിൻ്റെ വർക്കിംഗ് അറിയാമെങ്കിൽ അതങ്ങ് എഴുതി വെച്ചാലും മതി. വാൽവ് ടൈമിംഗ് ഡയഗ്രാം വെച്ചിട്ട് ഇതങ്ങ് എഴുതി വെച്ചാലും മതി. അടുത്തത് പെർഫോമൻസ് ടെസ്റ്റ് ഓൺ IC എഞ്ചിൻ. ഇത് നമ്മൾ ലാബിൽ എടുക്കാൻ നമ്മളെ എഞ്ചിനീയറിംഗുകാർ സഹായിച്ചില്ല, അതാണ് സത്യം. അല്ലെങ്കിൽ അതൊക്കെ എന്നേ നടന്നു പോകണ്ട പോട്ടെ. അപ്പം ഡിഫൈൻ ഇൻഡിക്കേറ്റഡ് പവർ, ബ്രേക്ക് പവർ, ഫ്രിക്ഷൻ പവർ, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി, റിലേറ്റീവ് എഫിഷ്യൻസി, ഡിഫൈൻ ടോട്ടൽ ഫ്യൂവൽ കൺസപ്ഷൻ, സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ, പിന്നെ മൂഡ്സ് ടെസ്റ്റ്, ഹീറ്റ് ബാലൻസ് ഷീറ്റ്. ഇതെല്ലാം ഡെഫിനിഷനാണ്. ഇത് നമുക്ക് എണ്ണം കൂടുതലണമെന്നേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. ഇത് പഠിച്ചാൽ തിയറിയും പാസ്സാവും, പ്രാക്ടിക്കലും പാസ്സാവും. മനസ്സിലായോ? ഇതാണ് പ്രത്യേകത. അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം. വർക്കിംഗ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ. ഇതാണ് വർക്കിംഗ് ഓഫ് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ ഏറ്റവും ഡയഗ്രാം. ഈ ഡയഗ്രാം റഫായിട്ട് വരച്ച് വെക്കുക. അതിലെന്തൊക്കെയുണ്ട് എഴുതിയിട്ടുണ്ട്. TDC, ടോപ്പ് ഡെഡ് സെൻറ്റർ, ഇച്ചിരി താഴെയായിട്ട് വരും, ശരിക്കും ഏറ്റവും മുകളിലല്ല. അതായത് ഈ പിസ്റ്റൺ എത്തുന്ന മാക്സിമം ഉയരം TDC, പിസ്റ്റൺ എത്തുന്ന ഏറ്റവും കുറവ്, ഏറ്റവും താഴെ എത്തുന്ന ഭാഗം BDC, ബോട്ടം ഡെഡ് സെൻറ്റർ. ശേഷം പിന്നെ അതിനുള്ളത് 2 വാൽവ്, ഒന്ന് ഇൻലെറ്റ് വാൽവ്, ഒന്ന് എക്സോസ്റ്റ് വാൽവ്. പിന്നെ പെട്രോൾ എഞ്ചിനായതുകൊണ്ട് ഇവിടെ സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ പറ്റുമോ? പിസ്റ്റണ്, ഇതിനകത്ത് പിസ്റ്റൺ റിംഗ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് റിംഗ് ഉള്ളത്? 2 കംപ്രഷൻ റിങ്, 1 ഓയിൽ റിങ്. കംപ്രഷൻ റിങ് എന്തിനാ? ഈ സിലിണ്ടറിൻ്റെ വാളിനും പിസ്റ്റണിനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് കംപ്രഷൻ റിങ് ഇരിക്കുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് കംപ്രഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. പിന്നെ ഈ സ്പൂൾ സെറ്റാണ് പിസ്റ്റൺ, ഇത് കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്. CO ഉണ്ട്, ഇവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. CO എന്ന് പറഞ്ഞാൽ ക്രാങ്ക്, അപ്പോൾ CO ക്രാങ്കാണ്. G എന്ന് പറഞ്ഞാൽ ഗഡ്ജൻ പിൻ, നമ്മൾ പിസ്റ്റൺ പിൻ എന്ന് പറഞ്ഞില്ലേ, G ഗഡ്ജൻസിന്. പിന്നെ CR എന്തോ CR, അപ്പോൾ CR അവിടെ, അപ്പോൾ CR ഇവിടെ മിസ്സിങ് ആണ്. ഓക്കെ, CR ഇവിടെ ഉണ്ട്. CR എന്നാൽ കണക്റ്റിംഗ് റോഡ്. P പിസ്റ്റൺ, ഇതാണ് പിസ്റ്റൺ, P എന്ന് എഴുതിയിട്ടുണ്ട്.
IV ഇൻലെറ്റ് വാൽവ്, ഇൻലെറ്റ് വാൽവ് എഴുതിയിട്ടുണ്ട്. TDC ടോപ്പ് ഡെഡ് സെൻറ്റർ എഴുതിയിട്ടുണ്ട്. അതുപോലെ BDC ബോട്ടം ഡെഡ് സെൻറ്റർ ഉണ്ട്. EV എക്സോസ്റ്റ് വാൽവ് എഴുതിയിട്ടുണ്ട്. CY സിലിണ്ടർ, പിന്നെ S സ്പാർക്ക് പ്ലഗ്, C ക്രാങ്ക് പിൻ എവിടെ, C ക്രാങ്ക് പിന്ന് അത് കൊടുത്തില്ല, പോട്ടെ. നമുക്കറിയാം പെട്രോൾ എഞ്ചിനകത്ത് 4 സ്ട്രോക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചവിട്ടുന്നു അല്ലെങ്കിൽ സെൽഫ് അടിക്കുമ്പോൾ ഒരു മോട്ടർ ഇറങ്ങുന്നു, അതിൻ്റെ ഫലമായിട്ട് ക്രാങ്ക് ഇറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഈ കണക്റ്റിംഗ് റോഡ് അപ്പ് ആൻഡ് ഡൗൺ ആകുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ ആകുന്നു. അപ്പോൾ അവിടെ ഒരു സക്ഷൻ സംഭവിക്കുന്നു. ഫസ്റ്റായിട്ട് അത് നോക്കുക, ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുന്നു. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുമ്പോഴത്തേക്കിന് ആ ഇൻലെറ്റ് വാൽവ് എയർ അകത്തേക്ക് കയറി വരും. എന്തുകൊണ്ടാണ് എയർ അകത്തേക്ക് കയറി വരുന്നു? ഈ പിസ്റ്റൺ BDCയിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അവിടെ ഒരു ലോ പ്രഷർ ഏരിയ ക്രിയേറ്റ് ചെയ്യും. അവിടേക്ക് ഹൈ പ്രഷർ ഏരിയയിലുള്ള എയർ, അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള എയർ കാർബറേറ്ററിനകത്തോട്ട് കയറി വരും. ഇവിടെ വരുമ്പോൾ എയർ എങ്ങനെയാണ് വരുന്നത്? കാർബറേറ്ററിനകത്ത് നിന്ന് കുറച്ച് പെട്രോളിനെ എടുത്തുകൊണ്ടാണ് ഈ ഇൻലെറ്റിൽ കൂടെ എയർ ഇതിലേക്ക് കയറി വരുന്നത്. ഇതെത്തി ശേഷം തിരിച്ചത് രണ്ടാമത്തെ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ വണ്ടിക്ക് ക്രാങ്ക് ക്ലോക്ക് വൈസിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ വാൽവ് ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോഴും ക്ലോക്ക് വൈസിൽ വേണം വരയ്ക്കാൻ. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞത് പിസ്റ്റൺ മേപ്പോട്ട് കയറി പോകാം. ഈ മേപ്പോട്ട് കയറി പോകുമ്പോൾ ഈ 2 വാൽവ് അടഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വൃത്തിയായിട്ട് ഡ്രോയിങ്ങിനകത്ത് കാണിക്കണേ. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ വാൽവ് അടഞ്ഞിരിക്കുന്നു. 2 വാൽവ് അടഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ കംപ്രസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു എയർ ഫ്യൂൽ മിക്സ്ചറിനകത്തോട്ട് സ്പാർക്ക് ഉണ്ടാകുന്നു. സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുന്നു. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓട്ടോമോട്ടീവിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ സ്പാർക്കിൻ്റെ റിസൾട്ടായിട്ട് ഈ പെട്രോൾ ഫ്യൂവൽ എയർ മിക്സ്ചർ അത് പൊട്ടിത്തെറിക്കുന്നു. ആ ബ്ലാസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? മീൻ ഇഫക്റ്റീവ് പ്രഷർ, ഇവിടെ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നു. ആ പ്രഷർ, അതിൻ്റെ പേര് മീൻ ഇഫക്റ്റീവ് പ്രഷർ എന്നാണ്. ആ പ്രഷർ ഈ പിസ്റ്റനെ പിടിച്ച് താക്കുന്നു. അത് ഇവിടെ പറയണ്ട, ഇത് എക്സോസ്റ്റ്, മാറിപ്പോയി. അപ്പോൾ ഇവിടെ ഈ ബ്ലാസ്റ്റ് സംഭവിക്കുന്നു. ആ ബ്ലാസ്റ്റിൻ്റെ റിസൾട്ടായിട്ടുണ്ടാകുന്ന സ്ഫോടനം മൂലം ഉണ്ടാകുന്ന ഹൈ പ്രഷർ, അതിൻ്റെ പേരാണ് മീൻ ഇഫക്റ്റീവ് പ്രഷർ. ആ മീൻ ഇഫക്റ്റീവ് പ്രഷറാണ് ഈ പിസ്റ്റൻ്റെ ടോപ്പിൽ ആക്ട് ചെയ്യുന്നത്. അതാണ് ഈ പിസ്റ്റനെ പിടിച്ച് താക്കുന്നത്. ഇതാണ് വർക്കിംഗ് സൈക്കിൾ. ശേഷം വർക്ക് നമുക്ക് കിട്ടി. പിന്നെ അടുത്ത സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകുന്നു. പിസ്റ്റൺ മേപ്പോട്ട് പോകുമ്പം നമുക്ക് കംപ്രസ് ചെയ്യുക. ശരിക്കും കംപ്രസ് ആകേണ്ടതായിരുന്നു, പക്ഷേ ഈ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയതുകൊണ്ട് ഇതുവഴി എയർ കയറി എക്സോസ്റ്റ് എയർ വെളിയിൽ പോകും. ഇതാണ് എൻ്റെ സിമ്പിൾ ഒരു വർക്കിംഗ് തത്വം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഞാൻ പറയുന്നില്ല, വായിച്ചങ്ങ് പഠിച്ചോണം കേട്ടോ, അല്ല നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് എഴുതിക്കോണം. ഇനി വർക്കിംഗ് ഓഫ് 4 സ്ട്രോക്ക് CI എഞ്ചിൻ. CI എഞ്ചിൻ പറഞ്ഞാൽ എന്തുവാ? CI എഞ്ചിൻ പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. ഡീസൽ എഞ്ചിനെ പറ്റിയാണ് പറയുന്നത്. കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ, അതാണ് ശരിക്കും അതിൻ്റെ പേര്. നമ്മുടെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. ഇവിടെ SI എഞ്ചിൻ, SI എഞ്ചിൻ ഇവിടെ പടം കൊടുത്തില്ലേ, സെയിം പടം ആയതുകൊണ്ട് കൊടുക്കാൻ. മറ്റേത് കംപ്രഷൻ. ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്തുവാ? ഇതിന് പകരം ഇവിടെ എസ്സിന് പകരം ഇവിടെ ഫ്യൂവലിൻ്റെ FI ആയിരിക്കും. എസ്സിന് പകരം ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടറിന് കൊടുക്കുക. ബാക്കി ഇതേപോലെ പടം വരയ്ക്കുക. ബാക്കിയെല്ലാ വർക്കിംഗ് പ്രിൻസിപ്പിളും ഏകദേശം സെയിമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുന്നു. അത് പിസ്റ്റൺ പുറമോട്ട് പോകുന്നുണ്ട്. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകുന്നു, എയർ കയറി വരുന്നു. ഈ എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡീസലിൽ സംഭവിക്കുന്നത്. അതായത് വന്ന് കയറിയ എയറിനെ ഈ പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വന്ന് കയറിയ എയർ മാത്രമാണ്. പെട്രോൾ എഞ്ചിനായിരുന്നെങ്കിൽ കാർബറേറ്ററിൽ നിന്ന് കുറച്ച് പെട്രോൾ എടുത്തുകൊണ്ടാണ് ഈ എയർ അകത്തേക്ക് കയറി വരുന്നത്. അവിടെയും ബെർണോളിസ് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. വീണ്ടും ബെർണോളിസ് പ്രിൻസിപ്പിളാണ് അല്ലേ, അവിടെയും ബെർണോളിസ് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കേസിൽ ഇവിടെ എയർ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ പിസ്റ്റൺ മേപ്പോട്ട് പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വോളിയം കുറയുന്നു. വോളിയം കുറയുന്നതിനർത്ഥം പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുന്നതിന് റിസൾട്ടായിട്ട് എയറിൻ്റെ കൈനറ്റിക് എനർജി എന്നുള്ളത്, എയർ നമുക്കറിയാം, എയർ പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പാറിപ്പറന്ന് നടക്കുക. ഈ പാറിപ്പറന്ന് നടക്കുന്ന സംഭവങ്ങളെല്ലാം പിടിച്ച് ഒരു ചെറിയ ഗ്യാപ്പിനകത്തായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ കൈനറ്റിക് എനർജിക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ. എപ്പോഴും വീണ്ടും അടുത്ത വാക്ക് കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ബി നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ അത് ആ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ ഇല്ല. അപ്പോൾ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതിനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം ഇതിനകത്ത് അതായത് ഈ പിസ്റ്റൺ മണ്ടക്കെത്തി കുറച്ചേ ഉള്ളൂ, ഇത്രയും കുറച്ച് ഗ്യാപ്പേ ഉള്ളൂ. പിസ്റ്റൺ ഇവിടെ നിൽക്കാൻ വിചാരിക്കുക.
അപ്പോൾ ഇത്രയും ഗ്യാപ്പ് കുറഞ്ഞ് ഈ വോളിയം കുറഞ്ഞപ്പോൾ പ്രഷർ ഭയങ്കരമായിട്ട് കൂടി ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തിലെ എയറിൻ്റെ കൈനറ്റിക് എനർജി എന്നുള്ളത് ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഒരു നല്ല ഹീറ്റിനകത്ത് ഉണ്ടാവും, നല്ലൊരു 300 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിനകത്ത് ഉണ്ടാവും. ആ ഒരു ടെമ്പറേച്ചറിനകത്തേക്ക് നമ്മൾ ഡീസൽ ഹൈ പ്രഷറിൽ പമ്പ് കൊടുക്കും, ഒരു ചെറിയ നോസിൽ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്ന അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രേക്കകത്തു നിന്ന്, നമ്മുടെ ഈ ഡിയോഡറൻറ്റ് സ്പ്രേ അല്ലേ, ഗ്യാസ് ഉള്ള സ്പ്രേ, അതിനകത്തു നിന്ന് വരുന്ന ബുഷ് എന്ന് പറഞ്ഞൊരു വരവ് വരും. അല്ല വെറുതെ ഇങ്ങനെ തുള്ളിത്തുള്ളിയായിട്ടല്ല വരുന്നത്, നല്ല ശക്തിയായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ ഡീസൽ, ചെറിയ ഡീസൽ തുള്ളികളായിട്ടായിരിക്കും വരിക. ശരിക്കും അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഈ നോസിലിനകത്തൂടെ വരുന്നത് വളരെ ചെറിയ ഡീസൽ തുള്ളികളായിട്ടായിരിക്കും വരിക, ഭയങ്കര ഹൈ പ്രഷറിൽ. ആ തുള്ളികളുടെ സർഫസ് ഏരിയ കുറവാണ്. അത് മാത്രമല്ല, ഡീസലിൻ്റെ ഏകദേശം 250-260 ഡിഗ്രിയാണ് ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. അതായത് ആ ടെമ്പറേച്ചറിൽ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിനാൽ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഏതൊരു ഫ്യൂലും തനിയെ കത്തിപ്പിടിക്കും, അതിന് പ്രത്യേകിച്ച് തീടേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഈ കംപ്രഷൻ മൂലം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി കൺവേർഷൻ ഹീറ്റ് എനർജിയിലേക്ക് മാറുന്നു. ആ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് 300 ഡിഗ്രി സെൽഷ്യസ് വരും. അപ്പോൾ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ വഴി വളരെ ടൈനി ആയിട്ടുള്ള വളരെ കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കി ഡീസലിനെ അതോട് ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യും. അതായി കാണിച്ചിരിക്കുന്നത്, ഹൈ പ്രഷറിൽ സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, കുഞ്ഞുള്ളിയല്ലേ, അതിന് സർഫസ് ഏരിയ വളരെ കുറവാണ്. അപ്പം അതുമാത്രമല്ല, ഈ ചേമ്പറിനകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിനേക്കാളും മുകളിലാണ്. എന്തിൻ്റെ, ഡീസലിന്. അപ്പോൾ ഈ ഡീസൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും, ഒറ്റ ബ്ലാസ്റ്റാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന പ്രഷർ, മീൻ ഇഫക്റ്റീവ് പ്രഷർ ഈ ഡീസലിനകത്ത് ആക്ട് ചെയ്യും. നിങ്ങൾ വലിയ ഡീസൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ കണ്ട അതിനകത്തൊരു ചെറിയ കുഴി കാണും, ഇനി ശ്രദ്ധിച്ചാൽ മതി. അതിനകത്തൊരു ചെറിയതുണ്ട്, ഇതുപോലെ ഡീസലിൻ്റെ എഞ്ചിൻ ഇരിക്കുന്നുണ്ടിങ്ങനെ ഒരു ഷേപ്പായിരിക്കും. എഞ്ചിനല്ല, ഇത് പിസ്റ്റൻ്റെ ഒരു ഇതിനകത്തൊരു ചെറിയ കുഴിയാണ്. അതായത് ഈ ഫുൾ വോളിയമുള്ള എയർ ഈ കുഴിക്കകത്താക്കും ശരിക്കും ചെയ്യുന്നത് ഡീസൽ എഞ്ചിനകത്ത്. അതായത് ഈ BDC മുതൽ TDC വരെയുള്ള വോളിയം ഈ ചെറിയ കുഴിക്കകത്താക്കും. ഒന്ന് ആലോചിച്ചു. അപ്പോൾ അതിനകത്തിലെ ആ ഒരു കൈനറ്റിക് എനർജി കൺവേർഷൻ എത്ര ഹീറ്റ് ഉണ്ടാക്കുന്നു. അത്രയും വോളിയമായിരുന്നു, അതിനെ കംപ്രസ് ചെയ്ത് ഇത്രയും ആക്കിയപ്പോൾ അത് എത്ര കംപ്രഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ ഏകദേശം 16 ബാർ വരുന്ന പറയുന്നുണ്ട്. 16 ബാർ പ്രഷർ, അതായത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാളും 16 ബാർ പ്രഷറാണ് ഈ ചെറിയ കുഞ്ഞ് ഗ്യാപ്പിനകത്ത്. അതിലേക്കാണ് നമ്മൾ ഈ ഗ്യാസല്ല ഡീസൽ സ്പ്രേ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ടുള്ള ബ്ലാസ്റ്റിലാണ് ഈ പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത്. ബാക്കി എക്സോസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണയായല്ലോ. ഈ ടെക്സ്റ്റിലെ നോട്ട് തന്നെ പഠിക്കുക, അറിഞ്ഞിരിക്കുക ഡീസൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഈ നോട്ട് ഇതിപ്പം 4 സ്ട്രോക്കിൻ്റെയാണ്, ഇത് ഡീസലിൻ്റെയാണ്. സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഉള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ചെറിയ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻലെറ്റ് വാൽവ്, എക്സോസ്റ്റ് വാൽവ്, ഫ്യൂൽ ഇഞ്ചക്ടർ. ഇവിടെ എയറാണ് കംപ്രസ് ആകുന്നത്, ഫ്യൂല് പിന്നെ രണ്ടാമത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, അതിൻ്റെ ഒരു ഗ്രാഫ് വേണം. ഈ ഗ്രാഫ് കൂടെ വേണം പഠിച്ചു. ഇത് ഡീസലിൻ്റെ ഗ്രാഫ്, ഇത് പെട്രോളിൻ്റെ ഗ്രാഫ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, ഇത് വേണ്ട, നമുക്ക് വെറുതെ അതിൻ്റെ പേര് സമയങ്ങൾ, നമുക്ക് സമയം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത് വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ 2 മാർക്ക് 3 മാർക്ക് എഴുതാൻ വെക്കുക. ഇതിന് ചിലപ്പോൾ 1 മാർക്ക് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് വേണ്ട. ഈ 4 സ്ട്രോക്കുകൾ ഡീസൽ, ഇത് പെട്രോൾ എഞ്ചിൻ്റെ 4 സ്ട്രോക്കുകൾ എന്തൊക്കെയാണ്, ഡീസൽ എഞ്ചിൻ്റെ 4 സ്ട്രോക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി എന്തോ ഐറ്റം ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് അപ്പം അത് തന്നെ മനസ്സിലായിക്കോളും. ഇനി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ 2 സ്ട്രോക്ക് സൈക്കിൾ. 2 സ്ട്രോക്ക് സൈക്കിൾ എന്ന് പറയുമ്പോൾ സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ക്രാങ്ക് 1-2 തവണ കറങ്ങുമ്പോഴത്തേന് പരിപാടിയെല്ലാം നടക്കും. അതായത് സക്ഷനും കംപ്രഷനും പവറും എക്സോസ്റ്റും എല്ലാം ഈ 2 റൊട്ടേഷൻ നടക്കും. അതാ 2 സ്ട്രോക്ക് സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ 2 സൈഡ്, അതായത് പിസ്റ്റൻ മേപ്പോട്ട് പോയി താപ്പോട്ട് വന്നു കഴിഞ്ഞു, അതിനിടയ്ക്ക് ഇതെല്ലാം നടക്കും. ഇത് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ ഒരു ചെറിയ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നത് പ്രതീക്ഷിക്കുന്നു. വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ വൈകിട്ട് മെസ്സേജ് അയച്ചാൽ മതി, പ്രത്യേകം വീഡിയോ ചെയ്യാം. ഇതൊന്ന് പറയാം എങ്ങനെയായാലും. പിന്നെ ഇതുണ്ട്, ഇതാണ് ഒരു സിമ്പിൾ ഷേപ്പ്. ഏത് 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ
ടു സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ സിമ്പിൾ ഷേപ്പാണിത്. ഇവിടെ വാൽവുകൾക്ക് പകരം പോർട്ടുകളാണ്, കുഞ്ഞു കുഞ്ഞു പോർട്ടുകളാണ്. ഇതിൻ്റെ പേര് ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് പോർട്ട്, താഴെ ഇൻലെറ്റ് പോർട്ട്. അത് മാത്രമല്ല വേറൊരു പോർട്ടുണ്ട് ട്രാൻസ്വേഴ്സ് പോർട്ട്. പിന്നെ ഈ പിസ്റ്റൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പിസ്റ്റൺ മണ്ടയ്ക്ക് ഒരു ചെറിയ തടുപ്പ് കൂടെ കാണും. ഇന്ന് ആലോചിച്ച് പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഓപ്പൺ ആകുന്ന പോർട്ട് ഏതായിരിക്കും? ഈ ഒരു ഷേപ്പ് കാരണം ഈ ഭാഗമായിരിക്കും ആദ്യം ഓപ്പൺ ആകുക. ശേഷമേ ഈ തടിപ്പ് കാരണം ഇത് ഓപ്പൺ ആയ ശേഷം മാത്രമേ ഇത് ഓപ്പൺ ആകത്തുള്ളൂ, അല്ലേ? ഇനി ഈ ഒരു കണ്ടീഷൻ നോക്കി, എയർ വെളിയിലേക്ക് വരുന്നു, വെളിയിൽ നിന്നും അകത്തേക്ക് വരുന്നു. എങ്ങനെ അകത്തേക്ക് വരുന്നു? ഈ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നു, ഇവിടുത്തെ ഈ പിസ്റ്റൻ്റെ ഭാഗം ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വോളിയം കൂടി, ആ വോളിയം കൂടിയതിൻ്റെ ഫലമായിട്ട് പ്രഷർ കുറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് എയർ ഫ്യൂവൽ മിക്സ്ചർ. അത് മാത്രമല്ല ടു സ്ട്രോക്കിൻ്റെ കേസിൽ ഓയിലൂടെ കാണും. ലൂബ്രിക്കൻ്റ് ഓയിൽ പെട്രോളിനകത്ത് മിക്സ് ചെയ്താണ് ടു സ്ട്രോക്കിൽ നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾ എയർ ഫ്യൂവൽ ഓയിൽ മിക്സ്ചറാണ്. അതുകൊണ്ടാണ് ഈ ടു സ്ട്രോക്ക് എൻജിൻ്റെ പുറകിൽ നിന്ന് ഒരുപാട് വെളുത്ത പുക വരാൻ കാരണം. കൂട്ടത്തിൽ ഈ ഓയിലിൻ്റെ അംശവും കത്തുന്നുണ്ട്. ഓക്കെ, പറഞ്ഞു വന്നത് ഈ പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ കൂടുന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് വോളിയം കൂടിയതിൻ്റെ ഫലമായിട്ട് പ്രഷർ കുറഞ്ഞതിൻ്റെ റിസൾട്ടായിട്ട് വെളിയിൽ നിന്നുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ അകത്തേക്ക് കയറി വരുന്നു, ഇതിനകത്ത് നിൽക്കുന്നു. ഓക്കെ, അതിന് ശേഷം ഇവിടെ ഈ മേപ്പോട്ട് പോകുന്ന സെയിം ടൈമിൽ തന്നെ ഫസ്റ്റ് ലെയർ എടുത്തുകൊണ്ട് പോയാൽ, അല്ലെങ്കിൽ വേണ്ട ഇനി പറഞ്ഞുതരാം. ഇനി ഇത് മുന്നോട്ട് പോയി ഒന്നും സംഭവിച്ചില്ല, തിരിച്ച് താഴോട്ട് വരുന്നു. തിരിച്ച് താപ്പോട്ട് വരുമ്പോൾ സംഭവിക്കും, ഇവിടെ കംപ്രഷൻ, ഈ കിടക്കുന്നത് കംപ്രഷനാണ്. ആ കംപ്രഷൻ്റെ ഫലമായിട്ട് സംഭവിക്കും. ഇതുവഴി കയറിപ്പോയി, ഇതിപ്പം വോളിയം കംപ്രഷൻ ചെയ്യുന്നു. അപ്പം ഇവിടെ കംപ്രഷൻ്റെ ഫലമായിട്ട് പ്രഷർ കൂടിയപ്പം ഈ വന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫോർ പോർട്ടിൽ കൂടെ കയറി ഇവിടെ എത്തി. തിരിച്ച് വീണ്ടും ചെന്ന് കയറുന്നു, ഇത് പൊട്ടിത്തെറിക്കുന്നു. വീണ്ടും ഇത് പിസ്റ്റൺ താഴേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതുവഴി ആദ്യം തുറക്കുന്ന എക്സോസ്റ്റ് പോർട്ട് ആദ്യം ഓപ്പൺ ആകുന്നു, എക്സോസ്റ്റ് ഗ്യാസ് പുറത്തു പോകുന്നു, ഇത് ഓപ്പൺ ആകുന്നു, ഇതുവഴി കയറി ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്ലോ മിക്സ്ചർ കയറി വരുന്നു, സ്പാർക്ക് ആവുന്നു. ഇങ്ങനെ കണ്ടിന്യൂ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞത് എനിക്ക് മനസ്സിലായി കാണില്ല, ഒരു അനിമേഷൻ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ടു സ്ട്രോക്കിൻ്റെ ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു അനിമേഷൻ വീഡിയോ കാണുക. അതിനുശേഷം ഈ തരുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടൻറ്റ് അതുപോലെ ഫസ്റ്റ് സ്ട്രോക്ക് സെക്കൻഡ് സ്ട്രോക്ക് അതുപോലെ പഠിച്ചെഴുതുക. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുമ്പോൾ നമുക്ക് കാണാതെ പഠിക്കുന്നതും മനസ്സിലാക്കി പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പം മനസ്സിലാക്കി എഴുതുമ്പോൾ വൃത്തിയായിട്ട് എഴുതാനൊക്കെ. ഇനി അടുത്തത് നോക്കി കമ്പാരിസനാണ്. ഫസ്റ്റ് കമ്പാരിസൺ നോക്കി, ഓട്ടോ എൻജിൻ ഡീസൽ എൻജിൻ. എന്തോ ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻ ഓഫ് ഓട്ടോ എൻജിൻ ആൻഡ് ഡീസൽ എൻജിൻ. ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഒരുതരം ഡിഫറൻസ് തന്നെയാണെന്ന് കൂട്ടിക്കുക, പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഡിഫറൻസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കും, ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതുക, എക്സ്റ്റേണൽ മിക്സിംഗ് ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ, അല്ലേ? കാർബറേറ്ററിൽ നിന്ന് ഓട്ടോ എൻജിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എൻജിനാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ മിക്സിംഗ് ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ. അപ്പം കാർബറേറ്ററിൽ നിന്ന് രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് ഫയറിംഗ് ചേമ്പർ, അതായത് പിസ്റ്റൺ സിലിണ്ടറിലേക്ക് കയറി ഇടുന്നത്, അല്ലേ? പക്ഷേ ഇൻറ്റേർണൽ മിക്സിംഗ് ഓഫ് എയർ ആൻഡ് ഫ്യൂവൽ, ഡീസൽ എഞ്ചിനകത്ത് ആദ്യം എയർ കംപ്രസ് ആകുന്നു, കംപ്രസ്ഡ് എയറിലേക്കാണ് ഡീസൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പം ഇൻറ്റേർണൽ മിക്സിംഗ് ആണ് നടക്കുന്നത്. ഹോമോജീനിയസ് എയർ ചാർജ്, ഹെട്രോജീനിയസ് ഫ്യൂവൽ എയർ മിക്സ്ചർ. അപ്പം പറഞ്ഞു വന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫങ്ഷൻ ഓഫ് ഓട്ടോ എഞ്ചിൻ ആൻഡ് ഡീസൽ. ഓട്ടോ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ സ്പാർക്ക് ഇഗ്നീഷൻ എന്നൊക്കെ പറയാം. സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയാം. അപ്പോൾ ഓട്ടോ എഞ്ചിനാണ് എക്സ്റ്റേണൽ മിക്സിംഗ് ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ. അപ്പോൾ കാർബറേറ്ററിൽ നിന്നാണ് എയർ ഫ്യൂവൽ മിക്സ്ചറായി വരുന്നത്. ഇൻറ്റേർണൽ മിക്സിംഗ് ഓഫ് എയർ ഫ്യൂവൽ, കംപ്രസ്ഡ് എയറിനകത്തോട്ട് ഡീസൽ അടിച്ചിട്ട് ആ സമയത്താണ് മിക്സിംഗ് നടക്കുന്നത്. അത് നെക്സ്റ്റ് ഇത് ഹോമോജീനിയസ് എയർ ചാർജ്. ആ എയർ ചാർജ് എന്ന് പറയാം എയർ ഫ്യൂവൽ മിക്സ്ചറിനാണ് പറയുന്നത്. ഹോമോജീനിയസ് ആയിരിക്കും, അപ്പോൾ ഒരേപോലെ ആയിരിക്കും. അതായത് നല്ല പെർഫെക്റ്റായിട്ട് മിക്സ് ആയിട്ടാണ് ഈ ഇതിൽ സിലിണ്ടറിലേക്ക് വന്ന് കയറുന്നത്. ഏത് കാർബറേറ്ററിൽ നിന്നുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ നല്ല പെർഫെക്റ്റായിട്ട് മിക്സ് ആയിട്ടാണ് സിലിണ്ടറിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ ഹെറ്ററോജീനിയസ് ഫ്യൂവൽ എയർ മിക്സ്ചർ, കാരണം കംപ്രസ്ഡ് എയറിനകത്തോട്ട്
എയർ സ്പ്രേ ചെയ്യുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രഷർ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് പെർഫെക്റ്റായിട്ട് ഇത് മിസ്സാവില്ല. കുറച്ച് എയർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുകയും കുറച്ച് ഫ്യൂൽ മാത്രമായിട്ട് പോകും. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, അതായത് ഈ ഹെട്രോജീനിയസ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റേർണൽ കമ്പഷനാണ്, ഇത് ഇൻറ്റേർണൽ കമ്പഷനാണ്. ഫിക്സ്ഡ് പോയിൻ്റ് ഇഗ്നീഷൻ ഇനിഷ്യേറ്റഡ് ബൈ സ്പാർക്ക്. അപ്പം ഇതിൻ്റെ ഇഗ്നീഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ സ്പാർക്കാണ്. അപ്പോൾ ഇനിഷ്യേറ്റിന് എങ്ങനെ ചെയ്യുന്നു? ഇഗ്നീഷൻ ഇനിഷ്യേറ്റഡ് ബൈ സ്പാർക്ക്. ഇഗ്നീഷൻ സംഭവിക്കുന്ന സ്പാർക്ക് മൂലമാണ്. ഇഗ്നീഷൻ സംഭവിക്കുന്ന കംപ്രഷനാണ്. കംപ്രഷൻ ഇഗ്നീഷൻ. ഇഗ്നീഷൻ ഇനിഷ്യേറ്റഡ് ബൈ കംപ്രഷൻ. ഇഗ്നീഷൻ ഇനിഷ്യേറ്റഡ് ബൈ കംപ്രഷൻ എന്ന് വേണം എഴുതാം. അപ്പം കംപ്രഷൻ ഇഗ്നീഷൻ എഴുതാൻ മതി. ഔട്ട്പുട്ട് കൺട്രോൾഡ് ബൈ റെഗുലേഷൻ ഓഫ് മാസ് ഓഫ് ചാർജ്. മാസ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സ്ചറിനെ പറഞ്ഞ മാസ് ഓഫ് ചാർജ് ബൈ മീൻസ് ഓഫ് എ ത്രോട്ടിൽ വാൾവ് ഇൻ ദി കാർബറേറ്റർ. അപ്പോൾ നമ്മുടെ പെട്രോൾ എഞ്ചിനകത്തിൽ ത്രോട്ടിലിംഗ് വാൾവ്, നമ്മൾ ആക്സലറേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന പറയത്തില്ലേ. അപ്പോൾ ആ കാർബറേറ്ററിനകത്ത് എനിക്ക് കാർബൂറേറ്റർ എന്നാണ് സ്പെല്ലിങ് ഓർക്കും. കാർബറേറ്ററിനകത്തെ ത്രോട്ടിലിംഗ് വാൽവ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്താണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്? ഫ്ലോ ഓഫ് മാസ് ചാർജ്. മാസ് ചാർജ് എന്ന് പറയുമ്പോൾ എന്തുവാ? ഫ്യൂൽ എയറും കൂടെ മിക്സ്ചർ. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കൺട്രോൾ ആകുന്നത് എന്താണ്? എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ മാസ്. പക്ഷേ ഇവിടെയോ ഔട്ട്പുട്ട് കൺട്രോൾഡ് ബൈ ഫ്യൂവൽ റെഗുലേഷൻ ഓൺലി, നോ വേരിയേഷൻ ഓഫ് എയർ സപ്ലൈ. എയർ സക്ക് ചെയ്യുന്നത് ഒരേപോലെയാണ്. പിസ്റ്റൺ ഇൻലെറ്റ് പോലെ ഓപ്പൺ ആകുന്നു, കംപ്രഷൻ ആകുന്നു, അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഫ്യൂവലിൻ്റെ സപ്ലൈ റെഗുലേറ്റ് ചെയ്താണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഡീസൽ എഞ്ചിനകത്ത് ആക്സിലറേറ്റ് ചെയ്യട്ടുമ്പോൾ കൂടുതൽ ഫ്യൂൽ വരുന്നു, സ്പീഡ് കണ്ടെത്തപ്പം ഫ്യൂല് കുറച്ച് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഫങ്ഷൻ ഓഫ് ഓട്ടോ ആൻഡ് ഡീസൽ എഞ്ചിൻ. വേണേൽ ഓട്ടോ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ തമ്മിൽ വ്യത്യാസം എഴുതാൻ ചോദിച്ചാലും ഇത് എഴുതാം. ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് വ്യത്യാസമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിഫറൻസ്, കമ്പാരിസൺ ഓഫ് പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ. പെട്രോൾ എഞ്ചിൻ ആൻഡ് ഡീസൽ എഞ്ചിൻ, CI വേഴ്സസ് SI, സ്പാർക്ക് ഇഗ്നിഷൻ വേഴ്സസ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. 13 എണ്ണം ഉണ്ട്. 7 മാർക്കാണ് മാക്സിമം മാർക്ക്. അപ്പോൾ മാക്സിമം 7 എണ്ണം എഴുതിയാൽ മതി. ഇവിടെ 7 എണ്ണം, ഇവിടെ 7 എണ്ണം. ഇപ്പുറത്ത് നമുക്ക് 5 ഉള്ളൂ, ആ 5 അങ്ങ് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ 7 എണ്ണം ഉണ്ട്. 7 എണ്ണം മതി. ഇഷ്ടമുള്ള 7 എണ്ണം പഠിക്കാം. നോക്കി, SI എഞ്ചിൻ വേഴ്സസ് CI എഞ്ചിൻ. ചാർജ് കംപ്രൈസസ് എയർ ആൻഡ് ഫ്യൂവൽ വിച്ച് ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദി സിലിണ്ടർ ഡ്യൂറിങ് സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൽ സിലിണ്ടറിലേക്ക് വരുന്നത് ചാർജ് എന്താണ്? എയർ ഫ്യൂവൽ മിക്സ്ചറാണ്. ഇവിടെ സിയുടെ കേസിലോ ചാർജ് കംപ്രൈസസ് ഓൺലി എയർ. ചാർജ് എന്ന് പറയുമ്പോൾ എന്താ? ഓൺലി എയർ ആണ്. 2, കാർബറേറ്റർ ഈസ് യൂസ് ടു സപ്ലൈ ദ ചാർജ്. അറിയാമല്ലോ, കാർബറേറ്ററാണ് ചാർജ് ചെയ്യുന്നത്, അതായത് എയർ ഫ്യൂവൽ മിക്സ്ചറിന് വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? കാർബറേറ്റർ. ഫ്യൂവൽ ഇഞ്ചക്ടർ ഇഞ്ചക്ട് ഫ്യൂവൽ ഓയിൽ ആസ് എ സ്പ്രേ ഇൻ ടു ദി കംപ്രസ്ഡ് എയർ. അപ്പോൾ ഇവിടെ കാർബറേറ്ററാണ്, ഇവിടെ ഫ്യൂൽ ഇഞ്ചക്ടറാണ്. സ്പാർക്ക് പ്ലഗ് ഈസ് യൂസ് ടു ഇഗ്നൈറ്റ് ദ ചാർജ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് നമുക്കറിയാവുന്ന. ഡ്യൂ ടു ഹൈ കംപ്രഷൻ ഓഫ് എയർ ഫ്യൂവൽ ഗെറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഇഗ്നൈറ്റഡ്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഹൈ കംപ്രഷൻ കാരണം കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഹീറ്റ് എനർജിയിലേക്ക് മാറുന്നു. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ക്രിയേറ്റപ്പെടുന്നു. ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിന് മുകളിലാണ്. അതിലേക്ക് ഏതിൻ്റെ മുകളിലേക്ക്? ഡീസലിൻ്റെ ഓട്ടോ ഇഗ്നിഷൻ ടെമ്പറേച്ചറിന് മുകളിലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്യുന്നു, അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുന്നു. അടുത്തത് കംപ്രഷൻ റേഷ്യോ വേരീസ് ഫ്രം 6:1 to 9:1. അപ്പോൾ ഈ 6 എന്ന് പറയുന്നത് അതിനകത്തെ പ്രഷർ, 1 എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വെളിയിൽ 1 ആണെങ്കിൽ അകത്ത് 6 ആയിരിക്കും, അല്ലെങ്കിൽ വെളിയിൽ 1 ആണെങ്കിൽ അകത്ത് 9 ആയിരിക്കും. ഇത് റേഞ്ചാണ് പറയുന്നത്. കംപ്രഷൻ റേഷ്യോ ഈസ് ഹൈ ആൻഡ് വേരീസ് ഫ്രം 12 to 1. അപ്പോൾ 1 അറ്റ്മോസ്ഫിയർ, അകത്തെ പ്രഷർ 12, 2 അകത്തേത് 22, ഇത് 1. അപ്പോൾ ഇത് ഹൈ കംപ്രഷൻ, ഡീസലിൻ്റെ പ്രത്യേക ഹൈ കംപ്രഷൻ റേഷ്യോ. ഇറ്റ് വർക്ക്സ് ഓൺ ഓട്ടോ സൈക്കിൾ, ഇറ്റ് വർക്ക്സ് ഓൺ ഡീസൽ സൈക്കിൾ. പിന്നെ ബാക്കി വായിച്ച് നോക്കി ഇഷ്ടമുള്ളത് ഇതുണ്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, തെർമൽ എഫിഷ്യൻസി ഈസ് ലെസ് 26%. തെർമൽ എഫിഷ്യൻസി ഈസ് ഹൈ ഡീസൽ. ഔട്ട്പുട്ട് ഈസ് കൺട്രോൾഡ് ബൈ ത്രോട്ടിൽ വാൽവ് വിച്ച് റെഗുലേറ്റ് മാസ് ഓഫ് ചാർജ്. ഇവിടെ എയർ ഫ്യൂൽ മിക്സ്ചർ കൺട്രോൾ ചെയ്യുന്നത് ഇതിനെ വെച്ച് ത്രോട്ടിലിംഗ് വാൽവ് വെച്ച് ഇവിടെ
ഔട്ട്പുട്ട് ഈസ് കൺട്രോൾ ബൈ റെഗുലേറ്റിംഗ് ഫ്യൂവൽ സപ്ലൈ. അപ്പോൾ ഫ്യൂവൽ സപ്ലൈ ചെയ്യാണ് ഔട്ട്പുട്ട്. അപ്പോൾ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് ഫ്യൂവൽ സപ്ലൈ ആണ് ചെയ്യുന്നത്. പിന്നെന്തോ ഈസി ആൻഡ് ക്വിക്ക് സ്റ്റാർട്ടിങ്. ഒരു ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ നിസാരം ബൈക്ക് ഒരു ചവിട്ടിന് സ്റ്റാർട്ടാവും. പക്ഷേ സ്റ്റാർട്ടിങ് ഈസ് നോട്ട് സോ ക്വിക്ക്. അത് കിടുക്ക് എന്ന് പറഞ്ഞാൽ കുറേ ടൈം എടുത്താണ് ഡിസൈൻ സ്റ്റാർട്ടാവുന്നത് അല്ലേ. ബസ്സിൻ്റെ ആണെങ്കിലും കിറന്ന് കറങ്ങി കുറേ സമയം എടുത്താണ്. പെട്രോൾ സ്റ്റാർട്ടാകുന്നതിനേക്കാളും ഇച്ചിരി താമസിച്ച് ഡീസൽ സ്റ്റാർട്ടാകുന്നത്. എൻജിൻ ഈസ് ഓൾമോസ്റ്റ് വൈബ്രേഷൻ ഫ്രീ അറ്റ് ലോ ആൻഡ് സ്ലോ സ്പീഡ്. ഇതിന് ഓൾമോസ്റ്റ് വൈബ്രേഷൻ ഫ്രീ ആണ് ലോ സ്പീഡ്. എൻജിൻ ഈസ് വൈബ്രേറ്റ് കൺസിഡറബിൾ. സാധാരണ എൻജിൻ നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ ഇത് വൈബ്രേറ്റ്. ഇതും ഇഷ്ടമുള്ള 7 പഠിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ പഠിക്കണമല്ല, നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നു ഈ 13 ഉണ്ട്, അതിൽ 7 പഠിക്കുക. കാരണം 7 മാർക്കാണ് മാക്സിമം. അപ്പോൾ കമ്പാരിസൺ ബിറ്റ്വീൻ CI SI ചോദിച്ചു കഴിഞ്ഞാൽ അത് 7 പഠിച്ചെഴുതുക. പക്ഷേ അടുത്തത് കമ്പാരിസൺ ഓഫ് 2 സ്ട്രോക്ക് സൈക്കിൾ ആൻഡ് 4 സ്ട്രോക്ക് സൈക്കിൾ. 2 സ്ട്രോക്കും 4 സ്ട്രോക്കും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പം ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിയേ, ദി സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്ക്. എല്ലാ ഓപ്പറേഷനും 2 സ്ട്രോക്കിനകത്ത് കഴിയും. മുകളിലോട്ടും താഴോട്ടും പോകുന്നതിനകത്ത് കംപ്രഷനും സക്ഷനും വർക്കിങ്ങും എക്സോസ്റ്റും എല്ലാം കഴിയും എന്നാണ് ഈ പറഞ്ഞത്. ദി സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ, i.e. 1 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് ഒറ്റ കറക്കത്തിൽ മൊത്തം കഴിയും. അതായത് മറ്റേടത്ത് 2 തവണ കറക്കണം. അതായത് ഒന്ന് കറങ്ങി പിന്നെ വീണ്ടും കറങ്ങിയിട്ട്, അതുകൊണ്ടാണ് നമ്മുടെ വാൾ ടൈമിങ് ഇങ്ങനെ ചുറ്റി പോകുന്നത്. പോ ടൈമിംഗ് ആണ് ഒറ്റ സർക്കിളേ ഉള്ളൂ. ആ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു തവണ മൊത്തത്തിൽ കറങ്ങുമ്പോൾ എല്ലാം കഴിഞ്ഞു. സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 4 സ്ട്രോക്ക് ഓഫ് പിസ്റ്റൺ, i.e. 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. അതായത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ കറങ്ങുമ്പോഴാണ് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. ഇവിടെ ഒറ്റ സർക്കിളിനകത്തെല്ലാം കഴിഞ്ഞു. ദർ ഈസ് ആൻ ഓവർലാപ്പ് ഓഫ് ഈച്ച് ഓപ്പറേഷൻ. എക്സാമ്പിൾ കംപ്രഷൻ ആൻഡ് എക്സോസ്റ്റ്. ഇവിടെ കംപ്രഷൻ എക്സോസ്റ്റ് ഒരുമിച്ച് നടക്കുന്നു. ഈച്ച് ഓപ്പറേഷൻ ഈസ് ഡിസ്റ്റിങ്ക്ട് ആൻഡ് വെൽ ഡിഫൈൻഡ്. ഇത് ഓരോന്നും പെർഫെക്റ്റാണ്. സക്ഷൻ, കംപ്രഷൻ, പിന്നെ വർക്കിംഗ്, പിന്നെ എക്സോസ്റ്റ് ഓരോന്നും പെർഫെക്റ്റാണ്. പിന്നെ അടുത്തത് എന്തുവാ, ഇത് സിമ്പിൾ നോക്കുക. ട്വൈസ് ആസ് മെനി ആസ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ആസ് ഓഫ് എ 4 സ്ട്രോക്ക് എഞ്ചിൻ. അപ്പോൾ വർക്കിംഗ് സ്ട്രോക്ക് നമുക്ക് വേണ്ട എന്തോ പവർ സ്ട്രോക്ക് ഏറ്റവും കൂടുതൽ വേണ്ട. ഇവിടെ ഏറ്റവും കൂടുതൽ പവർ സ്ട്രോക്ക് കിട്ടുന്നുണ്ട്. ട്വൈസ് ആസ് മെനി, ഇവിടെ കൂടുന്നതിനേക്കാളും കൂടുതൽ ഇരട്ടിയിലധികം വർക്കിംഗ് സ്ട്രോക്ക്, അതായത് ആ ഫ്യൂവൽ ബ്ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് വർക്കിംഗ് സ്ട്രോക്ക്. അത് ഇവിടെ കൂടുതലാണ്. ഹാഫ് നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റ് ഓഫ് എ 2 സ്ട്രോക്ക്. 2 സ്ട്രോക്കിനേക്കാളും പാതി ഇവിടെ കിട്ടുന്നുള്ളൂ. ഏതാ 4 സ്ട്രോക്കിൻ്റെ കേസിൽ. ഇനി അടുത്ത ചെറുത് നോക്കിയേ, മോർ വെയർ ആൻഡ് ടിയർ, വെരി നോയ്സി. ഇവിടെ മോർ വെയർ ആൻഡ് ടയർ, അതായത് വെയർ ആൻഡ് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേയ്മാനങ്ങളും പൊട്ടലുകളൊക്കെ സംഭവിക്കും. എന്തുകൊണ്ടാണ്? അതിനകത്ത് പെർഫെക്റ്റ് ലൂബ്രിക്കേഷൻ നടക്കുന്നത് ഇതിനകത്ത്. പക്ഷേ ഇവിടെ ലെസ് വെയർ ആൻഡ് ടയർ, ലെസ് നോയ്സി. കൺസ്യൂം മോർ ലൂബ്രിക്കൻ്റ് ഓയിൽ. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ഓയിൽ വെറുതെ കത്തിപ്പോവും. അപ്പോൾ കുറച്ച് എക്സ്ട്രാ എല്ലാ തവണ പെട്രോൾ അടിക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ 2 ലിറ്റർ ഒഴിച്ചാലും 10 ലിറ്റർ ഒഴിച്ചതിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യം. കൺസ്യൂംസ് ലെസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓരോ 2500 സ്കൂട്ടറാണെങ്കിൽ 2500 കിലോമീറ്റർ വരെ മാറേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതായി പറഞ്ഞു തന്നെ. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ക്യാൻ ബി ചേഞ്ച്. ഇതിൽ പിന്നെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ക്യാൻ ബി ചേഞ്ച്. ഇത് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാം. ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ക്യാനോട്ട് ബി ചേഞ്ച്. അപ്പം ക്ലോക്ക് വൈസ് തന്നെയായിരിക്കും. തെർമൽ എഫിഷ്യൻസി ഈസ് ലെസ്. ഇതിൻ്റെ തെർമൽ എഫിഷ്യൻസി ലെസ്സാണ്. കാരണം അത് ശരിയായിട്ട് എന്താ പറയുക, ആ കൊടുക്കുന്ന അത്രയും ഹീറ്റ് വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ തെർമൽ എഫിഷ്യൻസി ഈസ് ഹൈ. ജനറലി അഡാപ്റ്റ് ബൈ SI എൻജിൻ സച്ച് ആസ് പെട്രോൾ ആൻഡ് ഗ്യാസ് എൻജിൻ. ഇത് കൂടുതലും ഏതാണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ എഞ്ചിനാണ് കൂടുതൽ SI. നമ്മുടെ ചേതക്കിൻ്റെ എഞ്ചിൻ പെട്രോൾ എഞ്ചിനല്ലേ എല്ലായിടത്തും. പക്ഷേ നമ്മളെപ്പോഴും 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ പറ്റി കേട്ടിട്ടുണ്ടോ? 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഷിപ്പിലൊക്കെ ഉണ്ട്. എനിക്ക് വിശദമായിട്ട് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ. ജനറലി അഡാപ്റ്റ് ബൈ കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. ഇവിടെ രണ്ടും ഉണ്ട്, പെട്രോൾ എഞ്ചിനും ഉണ്ട്, ഡീസൽ എഞ്ചിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുത് നോക്കി പഠിച്ച് ഒരു 7 പഠിച്ച് വെക്കുക. ഇതൊന്ന് മൊത്തത്തിൽ വായിക്കുക. അതിൽ ഏതാണ് എളുപ്പം എന്ന് തോന്നുന്നു അതിൽ വായിക്കുക. അത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ ഉദാഹരണം വേണമെങ്കിൽ ഇത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഉദാഹരണമാണ്. പിന്നെ ഉള്ളത് സിമ്പിൾ സ്കാവെഞ്ചിങ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ബീയിങ് പുവർ. ഫ്യൂവൽ ബേൺഡ് ഈസ് ലെസ് ആൻഡ് ഹെൻസ് ദ ലെസ് ഔട്ട്പുട്ട്. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രൊസീജിയർ, അതായത് ആ പരിപാടിയാണ് സ്കാവെഞ്ചിങ് ഉദ്ദേശിക്കുന്നത്. സ്കാവെഞ്ചിങ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ബീയിങ് പുവർ, അതായത് ആ വെളിയിലേക്ക് പോകുന്നത് കാരണം ഒരേ സമയം ഒരേ
സോറി ഒറ്റ സമയത്ത് തന്നെ രണ്ട് കാര്യമാണ്. അതായത് കംപ്രഷൻ്റെ സമയത്ത് ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, വേണ്ടേ ഓവർലാപ്പാണ്. അപ്പോൾ കംപ്രഷൻ്റെ സമയത്ത് തന്നെ എക്സോസ്റ്റ് നടക്കും. ഇവിടെ ഒരു സൈഡ് കംപ്രഷനും അതേ സമയം തന്നെ എക്സോസ്റ്റോ. അപ്പം ഈ എക്സോസ്റ്റ് ഗ്യാസിന് പെർഫെക്റ്റ് പുറത്ത് പോകാൻ നോക്കില്ല, അങ്ങനത്തെ പോരായ്മയുണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ഇപ്പുറത്തോ ഓരോന്നിനും ഓരോ സ്ട്രോക്കാണ്. എക്സോസ്റ്റ് ഗ്യാസ് പുറത്ത് പോകാനും ഒരു സ്ട്രോക്ക്, എയർ ഇൻലെറ്റിനും ഒരു സ്ട്രോക്ക് ഓരോ. അപ്പോൾ ഇവിടെ സ്കാവഞ്ചിങ് ഓഫ് എക്സോസ്റ്റ് ഗ്യാസ് ബീയിങ് പൂർ. അപ്പം ഫ്യൂവൽ ബേൺ ഈസ് ലെസ്. ഇപ്പം പെർഫെക്റ്റായിട്ട് അതായത് വന്ന് കയറുന്ന എയറിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ കുറവായിരിക്കും. അപ്പോൾ അതുമൂലം ഫ്യൂവൽ ബേൺ കുറവായിരിക്കും, അതിൻ്റെ റിസൾട്ടായിട്ട് ഔട്ട്പുട്ട് കുറവായിരിക്കും. പക്ഷേ എക്സോസ്റ്റ് ഗ്യാസ് മോർ എഫക്റ്റീവ്, എക്സോസ്റ്റ് ഈസ് മോർ എഫക്റ്റീവ്. അതായത് പുറത്തേക്ക് ഒരു സ്ട്രോക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പെർഫെക്റ്റായിട്ട് അതിനെ പുറത്ത് കളിക്കളയും. മോർ ഫ്യൂവൽ ക്യാൻ ബി ബേൺഡ്, ഹെൻസ് ഹയർ ഔട്ട്പുട്ട് ഇവിടെ കൂടുതൽ. അപ്പം സക്ക് ചെയ്ത് കംപ്രസ് ചെയ്ത് എല്ലാത്തിനും നല്ല സമയം എടുക്കും. ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ സൈക്കിള് ചെയ്തിട്ടുണ്ട്. അപ്പം പെർഫെക്റ്റായിട്ട് ഫ്യൂൽ ബേൺ ആകുന്നു, അതിൻ്റെ റിസൾട്ടായിട്ട് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. വേണമെങ്കിൽ ഈ 6ാമത്തെ പോയിൻ്റ് വേണമെങ്കിൽ എഴുതിക്കും. അതൊരു നല്ല ഒരു കണ്ടൻറ്റുള്ള ഒരു അർത്ഥമുള്ള ഇതാണ്. എല്ലാം വേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ നിന്ന് 7 എണ്ണം എടുക്കുക. 7 മാർക്കാണെങ്കിൽ 7 എണ്ണം എഴുതുക, 5 മാർക്കാണെങ്കിൽ 5 എണ്ണം എഴുതുക, 3 മാർക്കാണെങ്കിൽ 3 മാർക്കിന് ഒന്നുകൂടെ പറയാം, 3 മാർക്കാണെങ്കിൽ 5 എണ്ണം എഴുതണം കേട്ടോ. 3 മാർക്കാണെങ്കിൽ 5 എണ്ണം എഴുതണം. ഏറ്റവും സിമ്പിൾ നോക്കി 5 എണ്ണം എഴുതിയാൽ മതി.